പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. ജീവിതം പ്രതിസന്ധികൾ കൊണ്ട് നിറയുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നായി വിഷമങ്ങൾ വേട്ടയാടുമ്പോൾ തളർന്നു പോകാത്തവരായി ആരുമില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കുടുംബകലഹങ്ങൾ അല്ലെങ്കിൽ മനസ്സിലെ അകാരണമായ സങ്കടങ്ങൾ, ഇവയെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭാരങ്ങളെല്ലാം ലഘൂകരിക്കാൻ അമ്മ ഇന്ന് ഈശോയോട് അപേക്ഷിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ 7 വ്യാകുലങ്ങളെ നമുക്ക് ധ്യാനിക്കാം. പ്രസവിക്കാൻ ഒരിടമില്ലാതെ അലഞ്ഞതും, ശത്രുക്കളെ ഭയന്ന് കൈക്കുഞ്ഞുമായി പലായനം ചെയ്തതും, ഒടുവിൽ മകൻ കുരിശിൽ മരിക്കുന്നത് കണ്ടു നിന്നതും പരിശുദ്ധ അമ്മയാണ്. നമ്മുടെ ഏത് വിഷമത്തെക്കാളും വലിയ വേദനകൾ അനുഭവിച്ച അമ്മയ്ക്ക് നമ്മുടെ സങ്കടങ്ങൾ നന്നായി മനസ്സിലാകും. കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം അമ്മയെ എങ്ങനെ നയിച്ചുവോ, അതുപോലെ ഈ വിഷമഘട്ടത്തിൽ നമ്മെയും നയിക്കാൻ അമ്മയോട് അപേക്ഷിക്കാം. ശക്തിയേറിയ മാതാവേ, കൃപാസനം രാജ്ഞി, ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാവിധ തടസ്സങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്ലാനുകൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥ, ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്, ശത്രുദോഷങ്ങൾ, അപ്രതീക്ഷിതമായി വരുന്ന ദുരന്തങ്ങൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ജീവിതത്തിൻ്റെ വഴിയിൽ ഇരുട്ട് പടരുമ്പോൾ അമ്മ ഞങ്ങൾക്ക് വെളിച്ചമായി മാറണമേ. ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ നീലമേലങ്കിയാൽ മറച്ചു പിടിക്കണമേ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ വിഷമങ്ങളെ ഓർത്ത് നിശബ്ദമായി പ്രാർത്ഥിക്കാം. അമ്മേ, ആരെയും അറിയിക്കാൻ കഴിയാത്ത മനസ്സിലെ വിങ്ങലുകൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. വല്ലാത്തൊരു ശൂന്യതയും നിരാശയും ഞങ്ങളെ വിഴുങ്ങുവാൻ അനുവദിക്കരുതേ. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്തണമേ. ഇനി മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് കൈത്താങ്ങാകണമേ. അനാവശ്യമായ ചിന്തകളിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഓരോ പ്രഭാതവും പുതിയൊരു പ്രത്യാശയോടെ ഉണരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിക്കുന്ന ഹൃദയത്തിൽ വിഷമങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കുടുംബങ്ങളുടെ രാജ്ഞി, ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം കെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളെയും നീക്കിത്തരയണമേ. മക്കളുടെ പ്രശ്നങ്ങൾ, ദമ്പതികൾക്കിടയിലെ സ്വരച്ചേർച്ചയില്ലായ്മ, സാമ്പത്തിക പരാധീനതകൾ എന്നിവ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഇല്ലാതാകട്ടെ. കടബാധ്യതകൾ മൂലം വീർപ്പ് മുട്ടുന്നവർക്ക് ആശ്വാസം നൽകണമേ. രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ വീടുകളിൽ സന്തോഷത്തിൻ്റെ വീഞ്ഞ് നിറയട്ടെ. സങ്കടക്കടലിൽ നിന്ന് കര കയറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനം മാതാവേ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും അമ്മ സ്വീകരിക്കണമേ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു വലിയ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെതാകുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട്
ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക സംരക്ഷണവും സമാധാനവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.